മൂന്നാർ വട്ടവട റോഡിൽ യുവാക്കളുടെ അപകടയാത്ര. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? അമിത ശബ്ദത്തിലുള്ള സ്പീക്കർ ഘടിപ്പിച്ചായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിൽ യുവാക്കളുടെ യാത്ര. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. രാഹുൽ, ഈ റൂട്ടിലൊക്കെ ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മൾ കണ്ടതാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? വാ തുറന്നു. അതിൽ ഈ മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായ നടപടികൾ എടുത്തതാണ്. ഇപ്പോൾ അപകടയാത്ര മാത്രമല്ല, ഒരു സ്പീക്കർ മുകളിലുണ്ട്. ഇവനാള് കൊള്ളാലോ. അനുപ ആവർത്തിച്ച നടപടി എടുത്തിട്ടും ബോധവൽക്കരണങ്ങൾക്ക് ഒരുപാട് കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള മാറ്റവും മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ്. വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കാണുന്നത് ഈ വാഹനത്തിന് മുകളിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡോറിൽ കയറിയിരിക്കും, അതൊക്കെയാണ് പതിവ്. പക്ഷേ ഒരു അല്പം കൂടി കടന്ന് ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഡോറിൽ തൂങ്ങിക്കിടക്കുകയാണ്. പകുതി ശരീരം പൂർണ്ണമായും താഴേക്ക് ഇട്ടിട്ട് റോഡിലേക്ക് അപകടം ഉണ്ടാകുന്ന വിധത്തിൽ പുറത്തേക്ക് ഇരുന്നിട്ട് താഴെ തൂങ്ങിക്കിടക്കുകയാണ്. யாருப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. തിരക്കേറിയ റോഡാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം വലിയ തിരക്ക് ആ റോഡിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമായതുകൊണ്ട് തന്നെ ആ വാഹനം കണ്ടെത്തി നടപടി സ്വീകരിക്കുക എന്നുള്ളത് ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നറിയില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.